അദ്ദേഹം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നണിയെ ഞാൻ എന്ത് വിളിക്കണം? മലയാളത്തിലൊരു അസഭ്യമായും അത് മാറും. അത് വേണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ മതി. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ BJP പാർട്ടിയുടെ പ്രതിനിധി എന്നീ ചർച്ച കഴിയുന്നവരെ ഞാൻ വിളിക്കും. കാരണം കുട്ടികളടക്കം കേൾക്കുന്ന ചർച്ചയാണ്. ആ നിലവാരത്തിലേക്ക് അത് കൊണ്ടുപോകേണ്ടെന്നിരിക്കുന്നുണ്ട്. മേലാൽ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ആ രീതിയിലുള്ള ഭാഷ പറഞ്ഞാൽ തിരിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ പേരും വക്രീകരിച്ചുകൊണ്ട് പറയും, നിങ്ങളുടെ മുന്നണിയുടെ പേരും മലയാളത്തിലൊരു അശ്ലീല പദം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയും. അത് കേൾക്കേണ്ടി വരും. ബാക്കി എല്ലാ നേതാക്കന്മാർക്കും നല്ലത്, ബാക്കി ഇത് BJPയുടെ മുഴുവൻ നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. ഇത് BJPയുടെ ഈ തോന്നിവാസം പറയുന്ന മുഴുവൻ നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. ഞങ്ങൾ എല്ലാ ചർച്ചയിലും ആ രീതിയിൽ തിരിച്ചും പറയും. ഞങ്ങൾക്കത് പറയാൻ ഞങ്ങൾ നിർബന്ധിക്കരുത്. നിങ്ങൾക്ക് പരാതിയില്ല, നിങ്ങൾ പരാതി കൊടുത്ത് നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ പോലും നിങ്ങളൊരു പരാതി കൊടുത്തിട്ടില്ല. എന്നിട്ട് ചാനൽ ചർച്ചയിൽ വന്ന് പരാതി ഉണ്ടെന്നുണ്ടെന്ന കാര്യം, പരാതി ഒരു അരപ്പായ ക്ലാസ് എഴുതി കൊടുക്കേണ്ട നിങ്ങൾ ചെയ്തിട്ടില്ല. അതിന് സംഭവിക്കാവുന്ന കാര്യം എന്താ? പ്രോട്ടോകോൾ ലംഘനം. എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ നിയമസഭാ സ്പീക്കർക്ക് വേണമെങ്കിൽ ഒന്ന് ശാസിക്കാം. ഇനി കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി ചെയ്യാൻ പറ്റുന്നത് അടുത്ത തവണ വിദേശത്ത് പോകുമ്പോൾ കൂടുതൽ കർശനമായിട്ട് ഇദ്ദേഹത്തിന്റെ യാത്രാരേഖകൾ പരിശോധിക്കുകയും ഇനി മേല ഇങ്ങനെ ചെയ്തെന്ന് പറയും ചെയ്യാം. ഇത് മാത്രമേ അത് ചെയ്യാനൊരു വകുപ്പുള്ളൂ. ശ്രീ സന്ദീപ്, ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിച്ചതും അത് തന്നെയാണ്. സ്വകാര്യ ആവശ്യത്തിന് എന്ന കേന്ദ്രാനുമതി വാങ്ങിയതിനു ശേഷം അദ്ദേഹം പുറത്തു പോകുന്ന ടിക്കറ്റ് അടക്കമുള്ളവ മണപ്പാട് ഫൗണ്ടേഷനാണ് എടുത്തത് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വകാര്യ ആവശ്യത്തിന് പോകുമ്പോൾ മണപ്പാട് ഫൗണ്ടേഷന് ടിക്കറ്റ് എടുത്തു കൊടുക്കേണ്ട ആവശ്യകതയുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ഇടയിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വാഭാവികവും സാങ്കേതികവുമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് റഫർ ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യുമ്പോൾ അയ്യോ ഞങ്ങളെ രാഷ്ട്രീയമായി വേട്ടയാടുന്നതെന്ന് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? മാധു, ഇതിലൊന്നാമത്തെ കാര്യം, ഇതിൽ അഴിമതി നടന്നു എന്ന് തെളിയിക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. നയാ പൈസ അഴിമതി നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. 2, ശ്രീ VD സതീശൻ്റെ ബാങ്ക് അക്കൗണ്ട് വഴിക്ക് നയാ പൈസയുടെ ഇടപാട് നടന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ഇവർക്ക് അലജ് ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പോൾ CPMൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ഈ വീടുകളൊക്കെ പണിതു കൊടുത്തോ, ഈ പൈസ എല്ലാം കൊടുത്തോ, ഇതൊക്കെയായിരുന്നല്ലോ ചോദ്യം. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സർക്കാരിന് കീഴിലുള്ള വിജിലൻസ് അല്ലേ അന്വേഷിച്ചത്. അങ്ങനെ ആക്ഷേപം DYFIക്ക് ഇടായിരുന്നെങ്കിൽ എന്തേ പോയിട്ട് നിങ്ങൾ പറഞ്ഞില്ല? ഈ പറവൂർ DYFIയുടെ യൂണിറ്റ് ഒന്നും ഇല്ലേ? നിങ്ങൾക്ക് അവിടെ ഭാരവാഹികളൊന്നുമില്ലേ? നിങ്ങൾ എന്തേ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ കൊണ്ടുപോയി തെളിവ് കൊടുത്തില്ല? നിങ്ങളെ ഗവൺമെന്റ് അല്ലേ ഭരിച്ചിരുന്നത്? അങ്ങനെ VD സതീശൻ അവിടെ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ DYFIക്ക് കൊണ്ടുപോയി കൊടുക്കാമായിരുന്നല്ലോ, തെളിവ് കൊടുക്കാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ഈ സമയത്ത് വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചിറ്റും കൊടുത്തതിന് ശേഷം ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിച്ചുകൊണ്ടായില്ല, നിങ്ങൾ തെളിവ് കൊടുത്തോ? നിങ്ങളുടെ അന്വേഷണ ഏജൻസിക്ക് തെളിയിക്കാൻ കഴിഞ്ഞോ? നിങ്ങളുടെ അന്വേഷണ ഏജൻസി എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു ആക്ഷേപമേ ഇല്ല, അഴിമതിയില്ല, അഴിമതി നിരോധന നിയമപ്രകാരം കേസ് എടുക്കാൻ വകുപ്പില്ല. FRCA ലംഘനം നടന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ, എന്റെ അവസരമാണല്ലോ. നിങ്ങൾക്ക് അങ്ങനെ പരാതിയില്ല, നിങ്ങൾ പരാതി കൊടുത്ത് നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ പോലും നിങ്ങളൊരു പരാതി കൊടുത്തിട്ടില്ല. എന്നിട്ട് ചാനൽ ചർച്ചയിൽ വന്ന് പരാതി ഉണ്ടെന്നുണ്ടെന്ന കാര്യം, പരാതി ഒരു അരപ്പായ ക്ലാസ് എഴുതി കൊടുക്കേണ്ട നിങ്ങൾ ചെയ്തിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഇപ്പൊ പറയുന്ന FRCA ലംഘനം നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിന്ന്. ഞാൻ ചോദിക്കട്ടെ, വിജിലൻസിന് FRCA ലംഘനം നടന്നെന്ന് കണ്ടെത്താൻ തക്കവണ്ണമുള്ള എന്ത് മെക്കാനിസം ഉള്ളത്? അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് CBI അന്വേഷിച്ചോട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ അങ്ങനെ നടന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി അത് പന്ത് അടിച്ചു കൊടുക്കുകയാണ് അമിത്ഷായുടെ കാൽച്ചുവട്ടിലേക്ക്, മോദിയുടെ കാൽച്ചുവട്ടിലേക്ക്. ഇതേ ഇവിടെ ഒരു കോൺഗ്രസിന്റെ നേതാവുണ്ട്, പ്രമുഖനായിട്ടൊരു നേതാവുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് വന്ന് വളഞ്ഞു പിടിക്ക് എന്ന് ഒരു അടിച്ചു കൊടുത്തിരിക്കുകയാണ് പന്ത്. ആർക്ക്? സഹായിയായിട്ടുള്ള മോദിക്ക്, അമിത്ഷായ്ക്ക് പന്തടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ഇനി ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, എത്രയോ കോടതി വിധികളുണ്ട്. സ്വന്തം ബാങ്ക് അക്കൗണ്ട് വഴിക്ക് പണമിടപാട് നടന്നിട്ടില്ലെങ്കിൽ ഇതിൽ ശ്രീ VD സതീശന്റെ പേരിൽ ഈ FRCA നിയമലംഘനം വരുന്നേയില്ല. ഇനിയിപ്പോ മറ്റേ NGOയുടെ പേരിൽ വരുന്നുണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ, ആർക്കാ തയ്യാറ്? ഇനി മറ്റൊരു കാര്യം എന്താ പറഞ്ഞത്? അവസാനത്തെ കാര്യം, ഈ ചട്ടലംഘനം, അതായത് കേന്ദ്ര സർക്കാരിനോട് സ്വകാര്യ ആവശ്യമെന്ന് പറഞ്ഞ് അവിടെ പ്രളയാനന്തരം അവിടെ പോയിട്ട് സ്വന്തം മണ്ഡലത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ചില NGOs വന്നപ്പോൾ അവർക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തി കൊടുക്കാനും അവരെ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ഇതാണോ ഇപ്പൊ തെറ്റ്? കേന്ദ്ര സർക്കാരോട് സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞു. ഇതാണല്ലോ പറയുന്ന തെറ്റ്. ഞാൻ ഈ കാര്യം പറയട്ടെ, ശരി, ഇനി അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് വാദത്തിൽ സമ്മതിച്ചാൽ അതിന് സംഭവിക്കാവുന്ന കാര്യം എന്താ? പ്രോട്ടോകോൾ ലംഘനം. എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ നിയമസഭാ സ്പീക്കർക്ക് വേണമെങ്കിൽ ഒന്ന് ശാസിക്കാം. ഇനി കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി ചെയ്യാൻ പറ്റുന്നത് അടുത്ത തവണ വിദേശത്ത് പോകുമ്പോൾ കൂടുതൽ കർശനമായിട്ട് ഇദ്ദേഹത്തിന്റെ യാത്രാരേഖകൾ പരിശോധിക്കുകയും ഇനി മേല ഇങ്ങനെ ചെയ്തെന്ന് പറയും ചെയ്യാം. ഇത് മാത്രമേ അത് ചെയ്യാനൊരു വകുപ്പുള്ളൂ, പരമാവധി. ഇനി വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ അങ്ങനെയും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വാദം. രണ്ടാമത്തെ കാര്യം പറയാം, പണം ചോദിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായല്ലോ, അതെന്തിനായിരുന്നു? ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് എന്റെ നാട്ടുകാർക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം മറ്റൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിച്ചാലെന്നാ പറയുന്നത്. ഞാൻ വാദത്തിന് വേണ്ടിയിട്ടാ പറയുന്നത്. ഞാൻ വാദത്തിന് വേണ്ടി നിങ്ങളുടെ വാദം സമ്മതിച്ചാന്നാ പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത കാര്യം എന്താ? അടുത്ത കാര്യം ഇവർ പറയുന്നത്
വി ഡി സതീശൻ ഇതൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഇത് നന്നായി, നിങ്ങൾ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് നല്ലതാ. എന്തോ കൊടുത്തു? 209 വീടുകൾ പണിതു, അതിലധികം വീടുകൾ റിപ്പയർ ചെയ്ത് കൊടുത്തു. അവിടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ട തുന്നൽ മെഷീനുകൾ കൊടുത്തു, അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ കൊടുത്തു. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ ചെയ്തു. അതിനു കൂടി ഫലമായിട്ടാണ് അദ്ദേഹം വീണ്ടും വർദ്ധിത ഭൂരിപക്ഷത്തോടെ ജയിച്ചിട്ട് വന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തോട് അസൂയ ഉണ്ടാകാം. ഒരു പ്രതിപക്ഷ നേതാവ് 10 നയാ പൈസ സ്വീകരിക്കാതെ പ്രളയാനന്തരം അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള നല്ല ഒരു പ്രവർത്തനത്തെ നിങ്ങൾ ഉയർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. ഇനി നിങ്ങളിത് ആരുമായിട്ട് താരതമ്യം ചെയ്യേണ്ടത്? സർക്കാർ ഫണ്ട്, പ്രളയ ദുരിതാശ്വാസത്തിന് വന്ന ഫണ്ട്, സർക്കാർ ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി ജയിലിൽ പോയ CPM നേതാക്കളുടെ ജില്ലയാണ് എറണാകുളം. ഓർമ്മയുണ്ടോ? CPM-ന്റെ എത്ര നേതാക്കൾ ജയിലിൽ കിടക്കുന്നുണ്ട്? ഈ പ്രളയ ദുരിതാശ്വാസത്തിന് വന്ന ഫണ്ട് സ്വന്തം നിങ്ങളുടെ ഏരിയ നേതാക്കന്മാർ, നിങ്ങളുടെ ലോക്കൽ നേതാക്കന്മാർ എത്ര പേര് കിടക്കുന്നുണ്ട്? അപ്പൊ നിങ്ങൾ പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് അടിച്ചു മാറ്റിയവർ CPM നേതാക്കന്മാരാണ്. അല്ല, അവർ സ്വന്തം എന്തുകൊണ്ടാണ് ഈ എറണാകുളം ജില്ലയിലെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റിയ CPM നേതാക്കന്മാരുടെ പ്രവൃത്തിയായിട്ട് സനോജിന് താരതമ്യം ചെയ്താൽ പോരെ? എന്താണ് വേറെ വല്ലതും താരതമ്യം ചെയ്യുന്നത്? സ്വന്തം പാർട്ടി ഉദാഹരണം കിടക്കല്ലേ, ജയിലിൽ പോയവർ കിടക്കുകയല്ലേ? എന്നിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് വലിയ വാസവതയുടെ ചാരിത്ര പ്രസംഗം പറഞ്ഞത്. ഇനി ഇവിടുത്തെ BJP പാർട്ടിയുടെ പ്രതിനിധി, അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അദ്ദേഹം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നണിയെ ഞാൻ എന്ത് വിളിക്കണം? മലയാളത്തിലൊരു അസഭ്യമായും അത് മാറും. അത് വേണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ മതി. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ BJP പാർട്ടിയുടെ പ്രതിനിധി എന്നീ ചർച്ച കഴിയുന്നവരെ ഞാൻ വിളിക്കും. കാരണം കുട്ടികളടക്കം കേൾക്കുന്ന ചർച്ചയാണ്. ആ നിലവാരത്തിലേക്ക് അത് കൊണ്ടുപോകേണ്ടെന്നിരിക്കണ്ടേ? മേലാൽ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ആ രീതിയിലുള്ള ഭാഷ പറഞ്ഞാൽ തിരിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ പേരും വക്രീകരിച്ചു കൊണ്ട് പറയും, നിങ്ങളുടെ മുന്നണിയുടെ പേരും മലയാളത്തിലെ ഒരു അശ്ലീല പദം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയും. അത് കേൾക്കേണ്ടി വരും. ഇദ്ദേഹം മാത്രമല്ല, ബാക്കി എല്ലാ നേതാക്കന്മാർക്കും നല്ലത്. ഇത് BJP-യുടെ മുഴുവൻ നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. ഇത് BJP-യുടെ ഈ തോന്നിവാസം പറയുന്ന മുഴുവൻ നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. ഞങ്ങൾ എല്ലാ ചർച്ചയിലും ആ രീതിയിൽ തിരിച്ചും പറയും. അത് ഞങ്ങൾക്കത് പറയാൻ ഞങ്ങൾ നിർബന്ധിക്കരുത്. അത് മാത്രമേ പറയാനുള്ളൂ. കാരണം മലയാള ചാനൽ ചർച്ചകളെ പറയാനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു. ശ്രീ സന്ദീപ്, അല്ലല്ല, ഒറ്റ കാര്യം ഞാൻ ചോദിച്ചത്, വി ഡി സതീശൻ നിയമസഭയിൽ, കേരളത്തിന്റെ നിയമസഭ, അല്ല രാഷ്ട്രീയ മറുപടിയുടെ കാര്യമാണ് പറഞ്ഞത്, ചോദ്യത്തിന് മറുപടിയുടെ കാര്യമല്ല. വി ഡി സതീശൻ നിയമസഭയിൽ പുനർജനിക്ക് വേണ്ടി ഞാൻ എവിടെയും പോയി ഫണ്ട് പിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ സംസാരിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം നിയമസഭയിൽ വെച്ചിട്ടുണ്ട് അന്നത്തെ ഇടത് MLA-മാർ. ജെയിംസ് മാത്യു, അതിന് ശേഷം അതിനു മുൻപ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഞാൻ പിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ താൻ ചെയ്ത കാര്യത്തിൽ 3 നിലപാട് 3 വി ഡി സതീശൻ എന്തിനാണ് പറയുന്നത്? അദ്ദേഹം വ്യക്തിപരമായി നയാ പൈസ പിരിച്ചിട്ടില്ല. അതുകൊണ്ട് ചില NGO വേണ്ടി പിരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പണം കൈകൊണ്ട് തൊട്ടിട്ടില്ല. അദ്ദേഹം പണം കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നേ. അദ്ദേഹം പണം കൈകൊണ്ട് തൊട്ടിട്ടില്ല. അദ്ദേഹം പണം പിരിച്ചിട്ടില്ല. അദ്ദേഹം സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ട കുട്ടികളെ ചികിത്സ നടക്കുന്നുണ്ട്. ആ പാവപ്പെട്ട കുട്ടികളെ ചികിത്സ നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ വിദേശത്തുള്ള ആളുകളോടും പലരോടും അതിനെപ്പറ്റി ഒന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. ആ സമയത്ത് എല്ലാവരും എല്ലാം തിരഞ്ഞിട്ടൊന്നുമല്ല, ആളുകൾ അവരവന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത് നമ്മളെല്ലാവരും കൊടുത്തിട്ടുള്ളവരാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഞാൻ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞല്ലോ. പക്ഷേ കൊടുത്തു എന്നും അല്ല, പിരിച്ചു എന്നും പിരിച്ചില്ല എന്നും അദ്ദേഹം തന്നെ മാറ്റി മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. വോട്ട് മാറ്റി പറഞ്ഞിട്ടില്ലെന്നേ. ഇത്ര വൃത്തിയായിട്ടൊരു ക്ലീൻ ചിറ്റ് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക്, അദ്ദേഹത്തിന്റെ അഴിമതി വിരുദ്ധതയ്ക്ക്, പ്രതിപക്ഷ നേതാവ് ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതയ്ക്ക് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തുള്ളത് പിണറായി വിജയന്റെ വിജിലൻസാ. ഇനി ഇതിലപ്പുറം എന്താ വേണ്ടത്? ഇതിൽ പരം ആനന്ദം ഞങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്, ഞങ്ങളുടെ നേതാവിന് ഇതുപോലെ ഇത്രയും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് പ്രതിപക്ഷ നേതാവെന്ന് സർട്ടിഫിക്കറ്റ് അച്ചടിച്ചു കൊടുത്തത് പിണറായി വിജയന്റെ വിജിലൻസ് അല്ലേ? ഇതിലപ്പുറം എന്ത് സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ ദിവസം വേണ്ടത്? ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ എന്ത് ഹീനമായ പ്രവൃത്തിയും ചെയ്യാൻ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് എന്താണ് എന്നത് സംബന്ധിച്ച VK സനോജിനും എനിക്കും അങ്ങേക്കും ബോധ്യമില്ല. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് എന്താണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ CBI അന്വേഷണം ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ FCRA ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് CBI അന്വേഷിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. FCRA ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് ക്ലീൻ ചിറ്റ് റിപ്പോർട്ടല്ല. അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കിട്ടിയെന്ന് അങ്ങടക്കം അവകാശപ്പെടുന്നത് ജനപ്രാതിനിധ്യ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്പീക്കർക്ക് സ്പഷ്ടീകരണ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്തതിൽ അതില്ല.
റൂൾ 41 പ്രകാരം അദ്ദേഹം കുറ്റം ചെയ്തതായി തെളിഞ്ഞിട്ടില്ല എന്ന് 2025 11 മാസങ്ങൾക്ക് മുമ്പുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലല്ല, 2025 ഈ സ്പീക്കർക്ക് കൊടുത്ത സ്പഷ്ടീകരണ റിപ്പോർട്ടിൽ മാത്രമാണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന ക്ലീൻ ചിറ്റ്, അത് വേണമെങ്കിൽ അവിടെ വെച്ചോ, അത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. FCRA ചട്ടലംഘനം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലീൻ ചിറ്റും ആർക്കും കിട്ടിയിട്ടില്ല, ആരുടെയും പോക്കറ്റ് ഇരിപ്പില്ല. മാധു, ഞാൻ എവിടെയെങ്കിലും എനിക്ക് അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് ചോർത്തി കിട്ടിയ ഒരു കഷ്ണം കടലാസും എടുത്ത് ശ്രീ വി ഡി സതീശൻ എന്തോ മഹാപരാധം ചെയ്തു എന്ന രീതിയിൽ ഞങ്ങളുടെ മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചു, ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചു. അതുമായി ബന്ധപ്പെട്ട് വന്ന ഡെവലപ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മറുപടി പറയുന്നത്. ഞങ്ങൾ എന്തായാലും ഈ സനോജിന് കിട്ടുന്നത് പോലെ ഇതെല്ലാം രഹസ്യത്തിൽ കിട്ടാനുള്ള നടപടി വഴിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ലല്ലോ. ഞങ്ങൾക്ക് നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രമേ മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട രേഖകൾ പ്രകാരം മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട വാർത്തകൾ പ്രകാരം പ്രതിപക്ഷ നേതാവ് വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മാധ്യമങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് മാധ്യമങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. റൂൾ 41 പ്രകാരമുള്ള ലംഘനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് സംബന്ധിച്ച് സ്പീക്കർക്ക് കൊടുത്തതാണ്. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തതല്ല, സ്പീക്കർക്ക് കൊടുത്ത റൂൾ 41 പ്രകാരമുള്ള ജനപ്രാതിനിധ്യ ചട്ട ലംഘനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിലാണ്. ശരി, മാധു പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു. കേരളത്തിലെ വിജിലൻസിന്, പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിൻ്റെ വിജിലൻസിന് മുമ്പിലേക്ക് കോൺഗ്രസ് നേതാവായിട്ടുള്ള UDFന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ വലിയ തോതിൽ ക്രമക്കേടും അഴിമതിയും നടത്തിയെന്നൊരു ആക്ഷേപം വരുന്നു, ഒരു പരാതി വരുന്നു. അത് അവർ അന്വേഷിച്ച് പ്രതിപക്ഷ നേതാവിനെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും കണ്ടെത്താൻ കഴിയാതെ ഇതിൽ ചില ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ, ഇനി കേന്ദ്രത്തിന്റെ പോലീസ് അന്വേഷിച്ചോട്ടെ എന്ന് പറയുന്നത്. ഇതാണല്ലോ ആകെ തുക എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോൾ ആകെ തുക. അതായത് ഈ കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ച് ശ്രീ വി ഡി സതീശൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നടന്നിട്ടുള്ള കാര്യം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോദിയുടെ പോലീസ് വന്ന് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ മോദിയുമായിട്ടാണ് ഇവർക്ക് ചങ്ങാത്തം, BJPയുമായിട്ടാണ് ചങ്ങാത്തം, അവർ അന്വേഷിക്കട്ടെ എന്നാ പറയുന്നത്. ഇത് ഇവർ തന്നെ പുലർത്തുന്ന ധാർമ്മികതയ്ക്ക് എതിരാണ്. കാരണം പ്രളയാനന്തര കേരളത്തിന് സഹായം കിട്ടാൻ വേണ്ടി ലോകം മുഴുവൻ, ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും പോയി ലോകത്തെ എല്ലായിടത്തും പോയി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അത് തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നോക്കിയപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ച കാര്യം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും മനസ്സിലാക്കണം. അപ്പോൾ അതേ സമയത്ത് അതേ കാലഘട്ടത്തിൽ തൻ്റെ നിയോജക മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം കിട്ടാൻ വേണ്ടി വളരെ മാന്യമായി, ഒരു നയാ പൈസ അഴിമതി പോലും ഇല്ലാതെ വളരെ സുതാര്യമായി ഒരു ജനപ്രതിനിധി നടത്തിയിട്ടുള്ള മാതൃകാപരമായ ഇടപെടലിനെ വക്രീകരിച്ച് കാണിക്കാൻ, ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനശ്രമത്തെ മലയാളികൾ തിരിച്ചറിയും. ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ അടുത്ത സെൽഫ് ഗോളാണ്. നമ്മുടെ പാട്ട് പോറ്റിയെ കേറ്റിയെ സ്വർണം കെട്ട ധാരപ്പ എന്ന പാട്ടിനെതിരെ കേസെടുത്തതുപോലെ അടുത്ത സെൽഫ് ഗോളാണ് ഇത് എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, ശരി. തീർച്ചയായും ഒന്നാമത്തെ കാര്യം ശ്രീ വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പണം, അതായത് ഈ ലണ്ടനിൽ നിന്ന് ഈ ഏജൻസി കളക്ട് ചെയ്ത പണം ചെക്കായിട്ടാണ്, ഞാൻ മൂന്നാമത്തെ തവണയാണ് ഈ ചർച്ചയിൽ പറയുന്നത്, ടൗൺ ഹാളിൽ വെച്ച് വിതരണം ചെയ്തത് എന്നുള്ളത്. അവർ പിരിച്ച പണം അവർ കൊണ്ടുവന്ന് ഇവർ ചൂണ്ടിക്കാണിച്ച ആളുകൾക്ക് ബാങ്ക് മുഖേന ചെക്കായിട്ടാണ് വിതരണം ചെയ്തത്. എന്നിരിക്കെ ഈ പണവിനിമയവുമായി ബന്ധപ്പെട്ടുള്ള ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അത് പരിശോധിക്കണമെങ്കിൽ ഞങ്ങളുടെ അധികാരപ്പെടുന്നതല്ല, CBI അന്വേഷണം എന്നുള്ള ശുപാർശയാണ് കിട്ടുന്നത് എങ്കിൽ അത് സ്വാഭാവികമായും കോൺഗ്രസിന് ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞൊരു ന്യായം പറയാൻ കഴിയുന്ന ഒന്നാണ്.